കാരശ്ശേരി പക്ഷേ കുറേ മാസങ്ങളിലെ വിദേശവാസത്തിന് ശേഷം മടങ്ങിയെത്തിയതാണല്ലോ കേരളത്തിൽ. വന്ന ഉടനെ കേൾക്കുന്ന കാര്യം ഇതൊക്കെയാണ്. എന്താണ് ഇപ്പോൾ തോന്നുന്നത് ഈ ഘട്ടത്തിൽ? എൻ്റെ സ്മൃതി, ഞാൻ ഈ പൗരോഹിത്യത്തെ പറ്റി ആലോചിക്കുക. അവരൊരു സമാന്തര ഭരണകൂടമാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. അവർക്ക് കാര്യങ്ങൾ കൽപ്പിക്കാം, നടപ്പാക്കാം എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന വലിയൊരു പ്രശ്നം ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്നായിരുന്നു. ഇംഗ്ലീഷുകാരെ എതിർക്കാൻ വേണ്ടത് ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്ന് തിരിയാനുള്ള സാമാന്യ ബോധം പോലും ഇവിടുത്തെ പൗരോഹിത്യത്തിനുണ്ടായില്ല. ഇവിടെ ഏറ്റവും അധികം ഇംഗ്ലീഷുകാരെ എതിർത്ത ആരാണ്? അലിഗഡിൽ ചെന്ന് ഇംഗ്ലീഷ് പഠിച്ച മുഹമ്മദ് അബ്ദുറഹിമാനാണ് എതിർത്തത്. ആ അബ്ദുറഹിമാൻ കാഫറാണെന്ന് പറയാൻ ഇവിടെ ആളുണ്ടായി. ഇതാണ്, അതായത് പുതുമ എന്ത് വന്നാലും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാനെ കാഫർ എന്നാണ് വിളിച്ചത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള കലാരൂപങ്ങളെയും എതിർക്കുക. പ്രത്യേകിച്ച് കലാരൂപങ്ങളിൽ എന്താ ഉള്ളത്? വ്യക്തികളുടെ സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ സന്തോഷമുണ്ട്. വ്യക്തികളുടെ സ്വാതന്ത്ര്യവും സന്തോഷവും ഒരു മതവിഭാഗത്തിലെ പുരോഹിതനും ഇഷ്ടാവില്ല. എന്താ കാര്യം? അവർക്ക് ദൈവമുണ്ട്, മരണമുണ്ട്, പരലോകമുണ്ട്, നരകമുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തുകയാണ്. സന്തോഷിക്കാൻ പാടില്ല, സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പാടില്ല. അപ്പോൾ ഫ്ലാഷ് മോബ് എന്ന് കുറച്ച് കൊല്ലം മുമ്പ് ഒരു ഏർപ്പാടുണ്ടായിരുന്നു മലപ്പുറത്ത്. അതിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി, അവളുടെ പേരെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജസ്ല മാടശ്ശേരി. അവൾ കേസുകാരിയായിരുന്നു, മുസ്ലിം കുടുംബത്തിൽ പറഞ്ഞ കുട്ടിയാണ്. അത് വലിയ പ്രശ്നമായി, ഒന്നും പറയണ്ട, എത്ര കാലമാണ് ഒരു ഫ്ലാഷ് മോബ് പങ്കെടുത്തതിന്. അപ്പോൾ അവർ ശരീരം കൊണ്ട് ചലനമുണ്ടാക്കുന്നു, അവർ സന്തോഷിക്കുന്നു. ഇപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മദ്രസയിൽ അറിയോ, പെൺകുട്ടികൾക്ക്, ഞാൻ സുന്നി മദ്രസയിൽ പഠിച്ച ആളാണ്. ഞാൻ 1962 ഞാൻ 5ാം തരം പരീക്ഷ പാസ്സാകുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പാടില്ല, എഴുത്ത് പാടില്ല, എഴുത്ത് പഠിക്കൽ ഹറാമാണ്. അങ്ങനെ ഇവർ പണ്ട് ഹറാമാക്കി എന്തെല്ലാം ഹലാലായി. ഇപ്പോൾ 1985 40 കൊല്ലം മുമ്പ് ഫറോക്കിലൊരു പള്ളിയിലെ ഇമാമിന് ജോലി നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ വീട്ടിൽ, അദ്ദേഹം ഗൾഫിൽ നിന്ന് ഒരു TV കൊണ്ടുവന്ന് വെച്ചു. ആ TV നമ്മുടെ ഇമാമ് കാണുന്നുണ്ടാവാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പുറത്താക്കിയത് 1985. ഇപ്പോൾ അവർ ചാനൽ നടത്തുന്നു. ആലോചിച്ച് നോക്കൂ. ഇതുപോലെ ഫോട്ടോ എടുക്കുന്നത് ഹറാമായിരുന്നു, ചിത്രം വരയ്ക്കുന്ന ഹറാമായിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെ മദ്രസയിൽ ശാസ്ത്രമേളയ്ക്ക് പോകുന്ന ഹറാമായിരുന്നു. പിന്നെ ഫുട്ബോൾ കാണാൻ പാടില്ല. ഇറാനിൽ വലിയ പ്രശ്നം ഉണ്ടായതാണ്. കാരണം ഫുട്ബോൾ കാണുമ്പോൾ മുട്ടിൻ്റെ മേലെ ട്രൗസർ ഇട്ട ഒരു പുരുഷനെ കാണുന്നു എന്നാണ്. ഫുട്ബോളല്ല കാണുന്നത്, ഈ പുരുഷൻ്റെ ശരീരമാണ് കാണുന്നത്. അങ്ങനെ പോയിട്ടാണ്, അത് വലിയ കഥയാണ്. അതൊക്കെ ഒരു പെൺകുട്ടി ഒളിച്ച് കണ്ടിട്ട് ഇറാനിൽ വലിയ പ്രശ്നമുണ്ടായി. അപ്പോൾ ഏറ്റവും വലിയ പെണ്ണുങ്ങളെ അടക്കിയിരുത്തുക എന്നുള്ള സ്ത്രീവിരുദ്ധമായ നിലപാടാണ് ഇതിൻ്റെ പിറകിലുള്ളത്. ഈ സൂംബ എന്ന് പറയുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 27 കൊല്ലമായിട്ടുള്ളതുണ്ടായിട്ട് ദക്ഷിണ അമേരിക്കയിലെ കൊളംബിയയിൽ ബെട്രോ പെറാസ എന്ന് പേരായ ഒരു നൃത്ത അധ്യാപകൻ, അദ്ദേഹം കായിക പരിശീലനക്കാരനും കൂടിയാണ്. അദ്ദേഹം യാദൃച്ഛികമായി കണ്ടെത്തിയ ഒരു ഏർപ്പാടാണിത്. അതിൽ കായിക പരിശീലനമുണ്ട്, നൃത്തമുണ്ട്. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ഒരു പെൺകുട്ടിയും പറയുന്നില്ല. ഇപ്പോൾ ജെൻഡർ ജസ്റ്റിസിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും കോമൺ യൂണിഫോം ആണിനും പെണ്ണിനും എന്ന് വന്നപ്പോൾ വലിയ എതിർപ്പായിരുന്നു. എന്നിട്ട് ബാലുശ്ശേരിയിലെ ഒരു സാറിന് TV കണ്ട എനിക്ക് ഓർമ്മയുണ്ട്. ബാലുശ്ശേരിയിലെ പെൺകുട്ടികളോട് TV-ക്കാർ ചോദിച്ചു, അവർ ഞങ്ങൾക്ക് വലിയ സൗകര്യമാണ് പാൻസ് ഇടുന്നത്, ഓടാനും നടക്കാനൊക്കെ സൗകര്യമാണ്. പാൻസ് ഉണ്ടായ നാട്ടിൽ ആണും പെണ്ണും പോകാൻ ബുദ്ധിമുട്ടാകില്ലേ എന്നാണ് ചോദിച്ചത്. അത് പെൺകുട്ടികൾക്കല്ല, അവർക്കല്ല ബുദ്ധിമുട്ട്. ഇവർ പറയാണ്, ഈ ഏതെങ്കിലും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇതിങ്ങനെ ഇടുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് കേൾക്കാം. അപ്പോൾ ഇവിടെ കേരളത്തിലൊരു വാദം എന്താണ്? വിവാഹപ്രായം 18 വയസ്സിൽ നിന്ന് 15 ആക്കണം എന്നാണ് പുരോഹിതന്മാർ പറയുന്നത്. എന്താ, ആരാ പറയുന്നത്? പെൺകുട്ടികളല്ല പറയുന്നത്. അപ്പോൾ അതുപോലെ ക്രിസ്ത്യൻ പൗരോഹിത്യം ഇപ്പോൾ പറയുന്നത് എന്താ? സന്താന നിയന്ത്രണം പാടില്ല. കേരളത്തിലെ സ്ത്രീകൾക്ക് മോചനം കൊടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം സന്താന നിയന്ത്രണമാണ്. അത് പാടില്ല. കൂടുതൽ പ്രസവിക്കുന്ന കുടുംബത്തിന് സമ്മാനം കൊടുക്കാൻ നടക്കുകയാണ് കത്തോലിക്ക പുരോഹിതന്മാർ, ആളെണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട്. അത് മുസ്ലിം പൗരോഹിത്യം നേരത്തെ ഉള്ളതാണ്. സന്താനത്തിന് അവരെതിരാണ്. 1970 എന്തൊരു ബഹളമായിരുന്നു കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളിൽ നിന്ന്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനത് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അതൊക്കെ ഇപ്പോൾ പോയി. ഇപ്പം സന്താന നിയന്ത്രണത്തിൻ്റെ കാര്യം പോയി, സിനിമയുടെ ഹറാമ് പോയി, ചിത്രം വരയ്ക്കുന്നതിൻ്റെ ഹറാമ് പോയി, പെൺകുട്ടികൾ അക്ഷരം പഠിക്കുന്നതിൻ്റെ ഹറാമ് പോയി, എല്ലാം പോയി. ഇപ്പോൾ മദ്രസത്തിൽ ബനാത്ത്, പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള മതപാഠശാലകൾ സ്ഥാപിക്കവരുടെ പണി. ഇംഗ്ലീഷ് മീഡിയം ഇവരുടെ പ്രധാനപ്പെട്ട കാര്യമാണിപ്പോൾ.
അപ്പോൾ എപ്പോഴും ഏത് നൂറ്റാണ്ടാന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പുതിയ ഒരു സാധനം വരുമ്പോൾ അതിനെതിരായിട്ട് നിൽക്കുക. അതുപോലെ ആണും പെണ്ണും ഇടകലർന്ന് പെരുമാറി പരിചയിച്ചാലേ ഈ തരത്തിൽ മാനസികമായ വളർച്ച ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇതൊക്കെ ഇങ്ങനെ വേറിട്ട് നിർത്തിയിട്ട് ആണും പെണ്ണും ഒന്നിച്ച് പഠിക്കുന്ന വിദ്യാലയങ്ങൾ അയക്കുന്നത് തന്നെ ശരിയല്ല എന്നിവർക്ക് അഭിപ്രായമുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും സ്കൂളിൽ മുസ്ലിം പെൺകുട്ടിയോ ആൺകുട്ടിയോ അഡ്മിഷന് ചെല്ലുമ്പോൾ അവരൊന്ന് സംശയിക്കും. കാരണം നാളെ ഈ കുട്ടി അഡ്മിഷൻ കൊടുത്തിട്ട് നാളെ ഇവനെ കൊണ്ട് വല്ല പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ തടയുന്ന ഒരു ലെവലിലേക്ക് ഇത് പോവും. ഈ ചർച്ചയൊക്കെ വന്ന എന്താ ഇപ്പൊ ചർച്ച ചെയ്യുന്നത്? ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേട്ടല്ലോ, മുസ്ലിം ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേട്ടല്ലോ, ഇങ്ങനെ ഇതൊരു അടിച്ചേൽപ്പിക്കൽ പാടില്ല. ഒന്നാമത് അടിച്ചേൽപ്പിക്കുന്നില്ല, അദ്ദേഹം പറയുന്നത് സുംബ അടിച്ചേൽപ്പിക്കരുത്. മാത്രമല്ല ഇതിൽ ഇവരോടൊക്കെ ചർച്ച നടത്തണം. ആരോടാണ് ചർച്ച നടത്തേണ്ടത്? ഇവിടെ മുസ്ലിം പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഇവിടെ വന്ന് ഇത് പറ്റില്ല എന്ന് പറയുന്നത് നമ്മൾ കണ്ടില്ല, രക്ഷിതാക്കൾ പറയുന്നതായി കണ്ടില്ല, സ്കൂളുകൾ എതിർപ്പ് പറയുന്നതായി കണ്ടില്ല. അപ്പോൾ ആരോടാണ് ചർച്ച നടത്തേണ്ടത്? ഈ തരത്തിൽ പിന്നാക്കാവസ്ഥ പ്രകടിപ്പിക്കുന്ന പുരോഹിതരോട് ചർച്ച നടത്തി വേണം ഇവിടെ ഓരോ പുരോഗമനപരമായ കാര്യങ്ങൾ നടപ്പാക്കാൻ എന്നാണോ? അല്ല, ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ നിലപാട് 100% ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഗവൺമെൻറ് പിന്നാക്കം പോരുത്. ഗവൺമെൻറ് ഇപ്പോൾ വഖഫ് ബോർഡിലെ നിയമനങ്ങളിൽ PSCക്ക് വിടുക എന്നുള്ളതിൽ ഗവൺമെൻറ് പിന്നാക്കം പോയി. ഈ ജെൻഡർ ജസ്റ്റിസിൻ്റെ ലിംഗപദവിയുടെ തുല്യതയുടെ പേരിൽ യൂണിഫോം നടപ്പാക്കുമ്പോൾ ഗവൺമെൻറ് പിന്നോക്ക് പോയി. ഇതിൽ അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമില്ലല്ലോ. കാരണം നിങ്ങൾ ഫുട്ബോൾ കളിക്കുന്നില്ല എന്നുള്ളതിന് ആരും സെക്സ് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ പിന്നാക്കം പോയി. സ്കൂളുകളിൽ ലൈംഗിക വിദ്യാഭ്യാസം പാടില്ല. അതെ, പിന്നാക്കം പോകരുത്. ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. ലൈംഗിക വിദ്യാഭ്യാസം എന്നുള്ളത് ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തിരിയാത്ത ആളുകളാണ്. അപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം വളരെ കുട്ടിക്കാലം തൊട്ട് തന്നെ കൊടുത്താൽ മാത്രമേ പലതരത്തിലുള്ള ആന്ത്യങ്ങളും മാറുകയുള്ളൂ. ഈ സദാചാര ഗുണ്ടായുസം നടപ്പാക്കാനാണ് എല്ലാ മതവിഭാഗത്തിലെയും പുരോഹിതന്മാർ ശ്രമിക്കുന്നത്. അവർ ഭീഷണിപ്പെടുത്തിയാൽ വീണു പോകാനേ ഉള്ളൂ ഇവിടുത്തെ ഗവൺമെൻറ്റുകളും ഇവിടുത്തെ പാർട്ടികളും. ആരോട് ചർച്ച നടത്തണം എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം PTA എന്നൊരു സാധനമുണ്ട് സ്കൂളിൽ, അവരാണല്ലോ ഒക്കെ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ടീച്ചേഴ്സ് അസോസിയേഷൻ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ സംഘടന, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം പുറമേ നിന്ന് മതപൗരോഹിത്യം അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ ഇവർ രക്ഷകരാണെന്ന് പറഞ്ഞു വന്നിട്ട് ഞാനത് ആവർത്തിക്കുകയാണ്. ഇവിടുത്തെ എല്ലാ മതവിഭാഗത്തിലെയും പൗരോഹിത്യത്തിൻ്റെ പ്രധാനപ്പെട്ട പണി സ്ത്രീകളെ അടിച്ചിരുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്, വിദ്യാഭ്യാസ മന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ ഈ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കണം. എന്നിട്ട് പൗരോഹിത്യത്തെ പഠിപ്പിക്കണം. പലതും പഠിപ്പിച്ചല്ലോ. ഇവിടെ ഇപ്പോൾ പെണ്ണുങ്ങൾ എഴുത്ത് പഠിക്കാൻ പാടില്ല എന്നുള്ളത് തീർന്നു പോയില്ലേ? ഇപ്പോൾ ഇവർക്ക് ഇവർ പറഞ്ഞിരുന്നു എന്ന് 1934 സമസ്തയുടെ പ്രമേയത്തെപ്പറ്റി ഞാൻ പറഞ്ഞു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 34 മാർച്ച് 10 ആ പ്രമേയം പാസ്സാക്കിയത് മണ്ണാർക്കാട് വെച്ചിട്ട്. പെൺകുട്ടികൾ എഴുത്ത് പഠിക്കുന്നത് അനഭിലഷണീയമാണ്. 62 കൂടി അത് മാറിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം കാണിക്കുന്നത്. ഞാനന്ന് എൻ്റെ സുഹൃത്തായൊരു കുറച്ച് ഉണർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തായൊരു മുസ്ലിമോട് ചോദിച്ചു, ഇത് എന്താണ് പെണ്ണുങ്ങൾ എഴുത്ത് പഠിച്ചത്? നിനക്കെന്തായിപ്പോയി? എഴുത്ത് പഠിച്ച പോലൊക്കെ പ്രേമലേഖനം എഴുതിക്കാളൂലേന്നാണ്. ഇതാണ് ആലോചന. എഴുത്ത് പഠിച്ചാൽ പ്രേമലേഖനം എഴുതിപ്പോവും. മലാല യൂസഫ് സായി എന്ന് പറയുന്നത് ഏത് അളവിലാണ് ആ കുട്ടി ദുരിതം അനുഭവിച്ചതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ പൗരോഹിത്യത്തിന് കീഴടങ്ങാത്ത രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടെങ്കിൽ നമുക്ക് നവോത്ഥാനവും തുല്യതയും നീതിയും ഉണ്ടാവുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാട് 100% ശരിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു തരത്തിലുള്ള എതിർപ്പിനും വഴങ്ങാൻ പാടില്ല. പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷ പാർട്ടികളോ ഈ തരത്തിൽ പിന്തിരിപ്പൻ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്നാണ് എൻ്റെ അപേക്ഷ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.